നമസ്കാരം. ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയായ ഒരു ചിത്രമായിരുന്നു ഇത്. അതായത് ഒരു ഹോണ്ട സിറ്റി ചെന്ന് ടാറ്റ നാനോയുടെ പുറകിലിടിച്ച് ഹോണ്ട സിറ്റിയുടെ മുൻഭാഗം മുഴുവൻ ചളുങ്ങിപ്പോകുന്നു. ഈ ചിത്രത്തെപ്പറ്റി പലരും പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നാനോ ഉൽപ്പാദിപ്പിക്കുന്ന ടാറ്റയ്ക്ക് ഉരുക്ക് കമ്പനിയുണ്ട്, ഹോണ്ടയ്ക്ക് ഉരുക്ക് കമ്പനിയില്ല, അതുകൊണ്ടാണ് ഹോണ്ട സിറ്റി ഇടിച്ച് ചളുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിൻ്റെ പിന്നിൽ വല്ല ശാസ്ത്രവുമുണ്ടോ? ഈ ചിത്രം തെളിയിക്കുന്നത് ഹോണ്ടയുടെ ക്വാളിറ്റി ഇല്ലായ്മയും നാനോയുടെ ക്വാളിറ്റിയുമാണോ? ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ടെക്സോർബയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഓടിക്കുന്ന വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടാൽ അതിനകത്തിരിക്കുന്ന നിങ്ങൾക്കുണ്ടാവുന്ന പരിക്കിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം സമയമാണ്. നിങ്ങളുടെ സമയത്തെ പറ്റിയല്ല പറയുന്നത്. നിങ്ങളുടെ സമയം നല്ലതായിരുന്നെങ്കിൽ അപകടം ഉണ്ടാവില്ലല്ലോ. ഞാൻ പറയുന്നത് മറ്റൊരു സമയത്തെ പറ്റിയാണ്. അതായത് നിങ്ങളുടെ വാഹനം അത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വേഗതയിൽ നിന്ന് 0 വേഗതയിലേക്ക് എത്താൻ, അഥവാ നിശ്ചലാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി എത്ര സമയമെടുത്തു എന്നതിനെ. ഈ സമയം വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന പരിക്ക് വളരെ കുറവായിരിക്കും. എന്നാൽ ഈ സമയം വളരെ കുറവാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആഘാതവും പരിക്കും വളരെ കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഒരു ഉദാഹരണം വഴി മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. ഒരാൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരം തറയിൽ തട്ടുന്നതിന് തൊട്ട് മുൻപ് വരെ ഇദ്ദേഹത്തിൻ്റെ ശരീരം പൂർണ്ണ വേഗതയിലാണുള്ളത്. എന്നാൽ തറയിൽ തട്ടുന്ന ആ നിമിഷം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വേഗത 0-ലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു. വളരെ ചെറിയ ഒരു സമയം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരം പൂർണ്ണ വേഗതയിൽ നിന്ന് 0 വേഗതയിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനേക്കുന്ന ആഘാതവും പരിക്കുകളും വളരെ കൂടുതലായിരിക്കും. അത് ഇദ്ദേഹത്തിനെ കൊല്ലാൻ തക്കവണ്ണം വലുതുമായിരിക്കും. എന്നാൽ ഇതേ മനുഷ്യൻ ഇതേ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടുന്നത് ഒരു വലയിലേക്കാണെന്ന് കരുതുക. ഇദ്ദേഹത്തിൻ്റെ ശരീരം വലയിൽ തട്ടുന്ന ആ നിമിഷം തന്നെ 0 വേഗതയിലേക്ക് വരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ശരീരവും വലയും കൂടി താഴേക്ക് പോവുകയാണ്. അങ്ങനെ പോയി ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ശരീരം 0 വേഗതയിലേക്ക് എത്തുന്നു. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ശരീരം പൂർണ്ണ വേഗതയിൽ നിന്ന് 0 വേഗതയിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിക്കുകളോ ആഘാതങ്ങളോ ഒന്നും പറ്റുന്നില്ല. ഇനി നമ്മൾ കുറച്ചും കൂടെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പരിഗണിക്കുകയാണെങ്കിൽ, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി നിർത്തുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ആഘാതം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഡ്രൈവർ സമയമെടുത്താണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി നിൽക്കുന്നത് നമ്മൾ അറിയുക കൂടിയില്ല. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തരത്തിലുള്ള ആഘാതവും വരുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ സമയം ഇത്ര വലിയ ഘടകമായി മാറുന്നത്? എങ്ങനെയാണ് ഈ സമയത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യൻ്റെ പരിക്കുകളുടെ ഗൗരവം നിർണ്ണയിക്കുന്നത്? ഇതിനെപ്പറ്റി വിശദമായി പറയുന്നത് ന്യൂട്ടൻ്റെ ചലന നിയമമാണ്. അത് പറയുന്നത് ഏതൊരു വസ്തുവും അതിൻ്റെ അവസ്ഥ തുടരുവാൻ ആഗ്രഹിക്കും എന്നതാണ്. അതൊരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണെങ്കിൽ അത് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കാൻ ആഗ്രഹിക്കും. ഇനി അതല്ല, അതൊരു നിൽക്കുന്ന വസ്തുവാണെങ്കിൽ അവിടെ തന്നെ നീന്തുകൊണ്ടിരിക്കാനായിരിക്കും അതിന് താല്പര്യം. നമ്മൾ ആക്സിഡൻ്റ് എന്ന് വിചാരിക്കുന്ന ഈ സംഭവം സത്യത്തിൽ 3 സംഭവങ്ങളുടെ തുടർച്ചയാണ്. അതായത് നമ്മുടെ വാഹനം ഒരു പ്രതിബന്ധത്തിൽ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. ആ വാഹനത്തിൻ്റെ കൂടെ അകത്തിരുന്ന് സഞ്ചരിച്ചവരാണ് നമ്മൾ. ഈ വാഹനം ഇടിച്ചു നിന്നാലും നമ്മളുടെ ശരീരത്തിന് മുന്നോട്ട് സഞ്ചരിക്കുവാനായിരിക്കും ആഗ്രഹം. അങ്ങനെ നമ്മുടെ ശരീരം മുന്നോട്ട് സഞ്ചരിച്ച് ചെന്ന് സ്റ്റിയറിംഗ് വീലിലോ ഡാഷ്ബോർഡിലോ ഇടിച്ചു നിൽക്കുന്നു. അപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളായ ഹൃദയത്തിനും തലച്ചോറിനും ഒക്കെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കാനായിരിക്കും താല്പര്യം. ശരീരം നിന്ന് കഴിഞ്ഞാലും ഇവ മുന്നോട്ട് സഞ്ചരിക്കും. ഇവ മുന്നോട്ട് സഞ്ചരിച്ചു വന്ന് അതിൻ്റെ തന്നെ രക്ഷാകവചങ്ങളായ വാരിയെല്ലിലോ തലയോട്ടിയിലോ ഒക്കെ ഇടിച്ച് സാരമായ പരിക്ക് പറ്റുന്നു. നമ്മുടെ ഹൃദയം ശരീരവുമായിട്ട് ഒരു ഭാഗത്ത് മാത്രമേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ, അതായത് അതിൻ്റെ പിൻഭാഗത്ത്. അതിൻ്റെ മുൻഭാഗം ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഹൃദയം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പിൻഭാഗത്ത് ശരീരവുമായി ഫിക്സ് ചെയ്തിരിക്കുന്ന രക്തക്കുഴലുകൾ വലിഞ്ഞു പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിന് ഇടയാക്കുകയും യാത്രക്കാരൻ്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞത് ഈ സമയം എത്ര ക്രിട്ടിക്കലാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇനി ഇത്ര ക്രിട്ടിക്കലായ ഈ സമയം നമുക്ക് എങ്ങനെ കൂട്ടാം? അതിന് നമ്മുടെ കാറിൻ്റെ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പഞ്ഞിയോ മെത്തയോ ഒക്കെ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ കാർ ചെന്ന് തടസ്സത്തിലിടിക്കുമ്പോൾ ഈ മെത്ത അമർന്നു കൊടുക്കും. ഈ മെത്ത അമരുവാൻ എടുക്കുന്ന സമയം കാറിന് എക്സ്ട്രാ ലഭിക്കുകയും അകത്തുള്ളവർക്ക് സംഭവിക്കുന്ന പരിക്കുകൾ വളരെ ഗണ്യമായി കുറയുവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും, ഒരു യൂട്യൂബ് ചാനലുണ്ടെന്നും കരുതി എന്ത് ഉളത്തരവും വിളിച്ചു പറയാമോ എന്ന്. അതെ, ഇത് വളരെ ഇംപ്രാക്ടിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് 1952 മെർസിഡസ് ബെൻസിൻ്റെ എഞ്ചിനീയേഴ്സ് ക്രംബിൾ സോൺ എന്നൊരാശയവുമായി മുന്നോട്ട് വരുന്നത്. എന്താണ് ക്രംബിൾ സോൺ എന്ന് നമുക്ക് നോക്കാം. വണ്ടിയുടെ ബോഡി നിർമ്മിക്കുന്ന ഫ്രെയിമുകളെല്ലാം ഒരേ ബലത്തിലുള്ളവ ആയിരിക്കില്ല. ചിലത് ബലം കുറഞ്ഞതും ചിലത് ബലം കൂടിയതുമായിരിക്കും. ഈ ബലം കുറഞ്ഞ ഫ്രെയിമുകൾ കൊണ്ട് നിർമ്മിക്കുന്ന വണ്ടിയുടെ ഭാഗത്തെയാണ് നമ്മൾ ക്രംബിൾ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വണ്ടിയെ പ്രധാനമായിട്ടും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: ഫ്രണ്ട് ക്രംബിൾ സോൺ, സേഫ്റ്റി സെൽ, റിയർ ക്രംബിൾ സോൺ. ഇനി എന്തിനാണ് ഈ ക്രംബിൾ സോൺ കൊടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വണ്ടി ചെന്നിരിക്കുമ്പോൾ ഈ മെത്ത അമരുവാൻ എടുക്കുന്ന സമയം വണ്ടിക്ക് എക്സ്ട്രാ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് പരിക്ക് കുറയുന്നു. ഈ ക്രംബിൾ സോണുള്ള വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രംബിൾ സോൺ ചളുങ്ങി അമർന്ന് അകത്തേക്ക് കയറും. ഈ ക്രംബിൾ സോൺ ചളുങ്ങി അമർന്ന് അകത്തേക്ക് കയറുവാൻ എടുക്കുന്ന സമയം വണ്ടിക്ക് എക്സ്ട്രാ ലഭിക്കും. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് അകത്തിരിക്കുന്നവർക്ക് സാരമായി പരിക്ക് പറ്റുന്നില്ല. എന്നാൽ സേഫ്റ്റി സെൽ നിർമ്മിച്ചിരിക്കുന്നത് കട്ടിയുള്ള ഫ്രെയിമുകൾ കൊണ്ടാണ്. ഇടിയുടെ ആഘാതം എത്ര തന്നെ കൂടിയാലും സേഫ്റ്റി സെല്ലിന് കോട്ടമൊന്നും വരാൻ പാടില്ല.
കാരണം അതിനകത്താണല്ലോ മനുഷ്യരിയ്ക്കുന്നത്. പിന്നെയുള്ളത് റിയർ ക്രംബിൾ സോണാണ്. പിന്നിൽ നിന്ന് വരുന്ന ഇടിയുടെ ആഘാതം ഏൽക്കാൻ വേണ്ടിയാണ് ഈ ക്രംബിൾ സോൺ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് മിക്കപ്പോഴും സെഡാനുകളിൽ മാത്രമേ കാണാറുള്ളൂ. ഹാച്ച് ബാക്കുകളിൽ റിയർ ക്രംബിൾ സോൺ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹാച്ച് ബാക്കിൻ്റെ പിന്നിൽ നിന്നൊരു വണ്ടി വന്നിടിച്ചാൽ എന്ത് ചെയ്യും? ഈ ബാക്ക് സൈഡിൽ നടക്കുന്ന സീരിയസ് ആയിട്ടുള്ള അപകടങ്ങളെല്ലാം പിന്നിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഇടിക്കുന്നതായിരിക്കും. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴോ പാർക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത്ര സീരിയസ് അല്ല, കാരണം നമ്മൾ മെല്ലെയാണ് റിവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ റിയർ ക്രംബിൾ സോൺ ഇല്ലാത്ത ഹാച്ച് ബാക്കിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഇടിക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ഫ്രണ്ട് ക്രംബിൾ സോണാണ് ആ ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടാറ്റ നാനോയിലേക്കും ഹോണ്ട സിറ്റിയിലേക്കും വരാം. നാനോ നമുക്കറിയാവുന്ന പോലെ ഒരു ഹാച്ച് ബാക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിന് റിയർ ക്രംബിൾ സോൺ ഇല്ല. അപ്പോൾ പിന്നിൽ നിന്ന് വന്നിടിച്ച ഹോണ്ട സിറ്റിയുടെ ഫ്രണ്ട് ക്രംബിൾ സോണിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളത്. അത് അബ്സോർബ് ചെയ്താണ് അത് ചളുങ്ങിപ്പോയത്. അപ്പോൾ ഈ സംഭവത്തിൽ ഹോണ്ടയുടെയും ടാറ്റയുടെയും എഞ്ചിനീയേഴ്സ് വിചാരിച്ചതിലും അപ്പുറത്തേക്ക് ഒരു കാര്യവും നടന്നിട്ടില്ല. ആ ചളുങ്ങി ഒടിഞ്ഞു പോയത് ഹോണ്ട സിറ്റിയുടെ ക്രംബിൾ സോണാണ്. അത് ചളുങ്ങി അമരാൻ വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഹോണ്ട സിറ്റി ചളുങ്ങി അമർന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ടാറ്റ നാനോയ്ക്കകത്തിരുന്ന ആൾക്കാർക്ക് വലിയ തരത്തിലുള്ള പരിക്കുകൾ പറ്റിയാണ്. ഒരു ക്രാഷ് ഉണ്ടായാൽ വണ്ടി ചളുങ്ങും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു ക്രാഷിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ മനുഷ്യൻ ചളുങ്ങുക, അല്ലെങ്കിൽ വണ്ടി ചളുങ്ങുക. ഈ വണ്ടി ചളുങ്ങുന്നതാണ് ഭേദം എന്ന് മനസ്സിലാക്കിയാണ് ക്രംബിൾ സോൺ ആശയവുമായി എഞ്ചിനീയേഴ്സ് മുന്നോട്ട് വന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വണ്ടിയെ പപ്പടം എന്ന് വിളിച്ച് കളിയാക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ സേഫ്റ്റി സെൽ ചളുങ്ങിയോ ഇല്ലയോ എന്നുള്ളതാണ്. ഇടിയുടെ ഇമ്പാക്റ്റ് എത്ര തന്നെ കൂടിയാലും സേഫ്റ്റി സെൽ ഒരു കാരണവശാലും ചളുങ്ങാൻ പാടില്ല, കാരണം അതിനകത്താണ് മനുഷ്യർ ഇരിക്കുന്നത്. ഒരു വണ്ടിയുടെ സേഫ്റ്റി സെല്ലിന് കാര്യമായിട്ടുള്ള ക്ഷതങ്ങൾ പറ്റി എന്നത് സൂചിപ്പിക്കുന്നത് ആ വണ്ടിയുടെ മോശം പ്രൊഡക്ഷൻ ക്വാളിറ്റിയെയും സേഫ്റ്റി ഇല്ലായ്മയുമാണ്. രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത് ആ വണ്ടിക്കകത്തിരുന്ന യാത്രക്കാർക്ക് സാരമായി എന്തെങ്കിലും പരിക്ക് പറ്റിയോ ഇല്ലയോ എന്നതാണ്. ഒരു കാർ കമ്പനി സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് സഞ്ചരിക്കുന്നവരുടെ സേഫ്റ്റി മാത്രമാണ്, അല്ലാതെ കാർ ചളുങ്ങാതിരിക്കുന്നതല്ല. ഇനി ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടത് പ്രധാനമാണ്. കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് ആക്ടിവേറ്റ് ആകില്ല. ഇനി ആ വണ്ടിയുടെ എയർ ബാഗ് ആക്ടിവേറ്റ് ആയോ ഇല്ലയോ എന്ന് നോക്കണം. അടുത്തായി നമ്മൾ നോക്കേണ്ടത് ഈ ക്രാഷിൽ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് വണ്ടി കർണം മറിഞ്ഞോ എന്നുള്ളതാണ്. വണ്ടി കർണം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോശം സ്റ്റെബിലിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തായി നമ്മൾ നോക്കേണ്ടത് ക്രാഷിന് ശേഷം വണ്ടിയുടെ എഞ്ചിന് തീ പിടിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. പുതിയ വണ്ടികളിലൊക്കെ വണ്ടിയുടെ എഞ്ചിന് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ആ വണ്ടിക്ക് തീ പിടിച്ചു എന്നതിൻ്റെ അർത്ഥം ആ സംവിധാനങ്ങളൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. വണ്ടിയുടെ ക്രംബിൾ സോൺ പൂർണ്ണമായി ചളുങ്ങിപ്പോയെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടി സേഫായൊരു വണ്ടി തന്നെയാണ്. വണ്ടി ചളുങ്ങുന്നതിനെ ആസ്പദപ്പെടുത്തിയല്ല നമ്മൾ സേഫ്റ്റി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായേക്കാം. കാരണം ഞാൻ പറഞ്ഞ ക്രംബിൾ സോണിനകത്താണ് ഈ എഞ്ചിൻ വരുന്നത്. ഈ എഞ്ചിൻ ക്രംബിൾ ചെയ്യുകയുമില്ല. അപ്പോൾ എഞ്ചിൻ ഇടിച്ചകത്തോട്ട് കയറാനുള്ള സാധ്യതയില്ലേ? അതിനുള്ള സാധ്യത മനസ്സിലാക്കിയാണ് എഞ്ചിൻ ബേയുടെ പിൻഭാഗം കട്ടിയുള്ള ഫ്രെയിമുകൾ വെച്ച് നമ്മൾ എക്സ്ട്രാ സ്റ്റിഫൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, പുതിയ ആഡംബര കാറുകളിലൊക്കെ എഞ്ചിൻ മൗണ്ടുകൾ സബ്മറീനിങ് എഞ്ചിൻ മൗണ്ടുകളാണ്. സബ്മറീനിങ് എഞ്ചിൻ മൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മൗണ്ടുകൾ താഴ്ന്ന് എഞ്ചിനെ താഴ്ത്തി കൊടുക്കും. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഇടിച്ചകത്തേക്ക് കയറാനുള്ള ചാൻസ് കുറയുന്നു. വേറെ ചില മൗണ്ടുകളിലാണെങ്കിൽ ക്രാഷിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണെങ്കിൽ മൗണ്ട് എഞ്ചിൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ക്യാബിനിലേക്ക് ഇടിച്ചു കയറി യാത്രക്കാരുടെ കാലുകൾക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റിക്കുന്നില്ല. ഇനി ECU കൺട്രോൾഡ് വണ്ടികളുടെ ഒരു സേഫ്റ്റിയാണ് എയർ ബാഗ് സെൻസർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എഞ്ചിനിലേക്കുള്ള ഫ്യൂൽ സപ്ലൈ അത് കട്ട് ചെയ്യും. അങ്ങനെ തീപിടുത്തത്തിനുള്ള ഒരു ചാൻസ് ഇവർ ഒഴിവാക്കുന്നു. മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ മരിച്ചിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ സ്റ്റിയറിംഗ് വീൽ നെഞ്ചത്തേക്ക് ഇടിച്ചു കയറിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് കോളത്തിൽ ഒരു വീക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ആ വീക്ക് ലിങ്ക് ഒടിഞ്ഞു മാറുന്നതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് വീൽ ഒന്നാകെ നെഞ്ചത്തേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യത ഇതിൽ കുറയുന്നു. നമ്മൾ കാണുന്ന ആക്സിഡൻറ്റുകളിൽ ഏകദേശം 25% ആക്സിഡൻറ്റ് നടക്കുന്നത് സൈഡിൽ നിന്നാണ്. അതിനെ T ആക്സിഡൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ T ആക്സിഡൻറ്റ്സ് പലപ്പോഴും സംഭവിക്കുന്നത് ജംഗ്ഷനിൽ നമ്മൾ സിഗ്നൽ നോക്കാതെ ക്രോസ് ചെയ്യുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു കട്ട് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധക്കുറവാകാം. അങ്ങനെ കാരണം എന്തുമാകാം. എന്നാൽ നമ്മുടെ സൈഡിൽ ക്രംബിൾ സോൺ കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടൊരു ആശയമല്ല. നമ്മൾ ഹാച്ച് ബാക്കിൻ്റെ റിയർ ക്രംബിൾ സോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ സൈഡിൽ നിന്ന് വന്ന് ഇടിക്കുന്നത് വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ക്രംബിൾ സോണാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യേണ്ടത്. എന്നാൽ ചിലപ്പോൾ കോർണർ ചെയ്യുമ്പോൾ കാറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് സൈഡ് കൊണ്ട് ചെന്ന് മതിലൊക്കെ ഇടിക്കാറുണ്ട്. ഇത്തരത്തിലൊരു അപകടമുണ്ടാകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ സൈഡ് ഫ്രെയിംസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ അപകടത്തിലെ ഇമ്പാക്റ്റ് മാക്സിമം ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിലാണ്. അതായത് ഈ ഇമ്പാക്റ്റിനെ എല്ലാ ഫ്രെയിമിലേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് വിടുക. ഈ ഡിസൈൻ അതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിം മാത്രമായിട്ട് എന്തെങ്കിലും ഡീഫോം ആകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മതിലിനും കാറിൻ്റെ സൈഡ് ഭാഗത്തിനും വളരെ വലിയ ഏരിയ ഉള്ളതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. എന്നാൽ നമ്മുടെ കാറിൻ്റെ കൺട്രോൾ പോയി ചെന്ന് ഇടിച്ചു കയറുന്നത് മതിലിന് പകരം വല്ല മരത്തിലുമാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ സൈഡ് കൊണ്ട് ചെന്ന് മരത്തിലിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈവനായിട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അത്ര പ്രാക്ടിക്കലായിട്ടൊരു ഓപ്ഷനല്ല. ഇങ്ങനെയുള്ള അപകടത്തിൽ ഫ്രെയിം വളയാനും ഒടിയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെയൊക്കെ സൈഡ് പില്ലേഴ്സിൻ്റെ മുകളിലത്തെ ജോയിൻറ്റിനേക്കാളും വീക്കായിട്ടായിരിക്കും താഴത്തെ ജോയിൻറ്റ് വെൽഡ് ചെയ്തിട്ടുണ്ടാവുക.
അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം താഴത്തെ ജോയിൻറ്റ് ഇളകി മാറുകയും അത് സീറ്റിനടിയിലേക്ക് വളഞ്ഞു കയറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്നില്ല. അതേസമയം ഫ്രെയിമിൻ്റെ മുകൾ ഭാഗമാണ് ഇളകുന്നതെങ്കിൽ സൈഡ് പാസഞ്ചറിൻ്റെ തലയ്ക്കും മറ്റു പ്രധാന ഭാഗങ്ങൾക്കും വൻ രീതിയിലുള്ള ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട്. കാറിൻ്റെ സേഫ്റ്റിയെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ ഒരിക്കലും കാർ അസസ്മെൻറ്റ് പ്രോഗ്രാംസിനെ പറ്റി പറയാതെ പൂർണ്ണമാവുകയില്ല. കാറിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട്, കാറിനകത്തിരിക്കുന്നവർ എത്രത്തോളം സേഫാണ് എന്ന് അസസ് ചെയ്യുന്ന പ്രോഗ്രാംസാണ് ഈ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇന്ന് ലോകത്ത് നടക്കുന്ന കാർ അസസ്മെൻറ്റ് പ്രോഗ്രാംസിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പ്രോഗ്രാം NCAP ആണ്. എന്താണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഫ്രണ്ടൽ ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റാണ്. നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനായി ചെന്നൊരു തടസ്സത്തിൽ ഇടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു തടസ്സം കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവർ വണ്ടി പെട്ടെന്ന് വെട്ടിച്ച് മാറ്റാനോ തിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. മിക്കപ്പോഴും വണ്ടിയുടെ മുൻഭാഗത്തിൻ്റെ ഒരു സൈഡായിരിക്കും ചെന്നിടിക്കുന്നത്. ഇങ്ങനെ വണ്ടിയുടെ മുൻഭാഗത്തിൻ്റെ ഒരു 40% 50% മാത്രം തടസ്സത്തിൽ ഇടിപ്പിച്ചുകൊണ്ടുള്ള ക്രാഷ് ടെസ്റ്റിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രാഷ് ടെസ്റ്റ് വളരെ പ്രധാനമാണ്. കാരണം ഈ ഫ്രണ്ടൽ ക്രാഷ് ടെസ്റ്റ് നടത്തുമ്പോൾ സേഫ് ആണെന്ന് തെളിഞ്ഞ പല വണ്ടികളും ഈ ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റ് നടത്തുമ്പോൾ അൺസേഫ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ക്രാഷ് ടെസ്റ്റ് നടത്തും, സൈഡിൽ നിന്ന് ക്രാഷ് ടെസ്റ്റ് നടത്തും, ബാക്കിൽ നിന്ന് ക്രാഷ് ടെസ്റ്റ് നടത്തും. ഈ ഓരോ ക്രാഷ് ടെസ്റ്റിലും അകത്തിരിക്കുന്ന ആൾ പ്രായപൂർത്തിയായ പുരുഷനാണെങ്കിൽ എത്രത്തോളം പരിക്ക് പറ്റുന്നുണ്ട്, ഇനി അതല്ല പ്രായപൂർത്തിയായ സ്ത്രീയാണെങ്കിൽ എത്രത്തോളം പരിക്ക് പറ്റുന്നുണ്ട്, ഇനി അതല്ല ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ എത്രത്തോളം പരിക്ക് പറ്റുന്നു എന്ന് വളരെ സോഫിസ്റ്റിക്കേറ്റഡായ ഡമ്മികളുടെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കുന്നു. ഇന്ന് ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ ഏറെ പുരോഗമിച്ച കാലത്ത് നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡമ്മികളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് തുടങ്ങിയ കാലത്ത് ഇതിനു വേണ്ടി ഡെഡ് ബോഡികളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ വളരെ സെൻസിറ്റീവ് ജോയിൻസായി കരുതപ്പെടുന്ന പെഡലി പോലുള്ള ഭാഗങ്ങളിൽ ഈ ഡമ്മികളിൽ ആക്സിലറോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രാഷിൻ്റെ സമയത്ത് ഈ ജോയിൻറ്റുകളിൽ എത്രത്തോളം ആഘാതം ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ആക്സിലറേഷൻ മനുഷ്യന് സേഫ് ആണോ അല്ലയോ എന്ന് ഡേറ്റ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടിയുടെ ആഘാതത്തിൽ ഇതിൻ്റെ റിപ്കേജിന് അല്ലെങ്കിൽ വാരിയലിന് എത്രത്തോളം കോട്ടം സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ ക്രാഷ് ടെസ്റ്റ് ഡേറ്റ വഴി മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി ഇവർ നോക്കുന്ന ഒരു സേഫ്റ്റി ആസ്പെക്റ്റാണ് വൾണറബിൾ റോഡ് യൂസറിന് ഈ കാർ എത്രത്തോളം സേഫാണ്. വൾണറബിൾ റോഡ് യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് കാൽനട യാത്രക്കാരെയും സൈക്ലിസ്റ്റുകളെയുമാണ്. നമ്മുടെ കാർ ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാറിൻ്റെ മുകളിലേക്കാണ് വീഴേണ്ടത്, കാറിൻ്റെ അടിയിലേക്കല്ല. ഇങ്ങനെ ഇദ്ദേഹം കാറിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ പലപ്പോഴും വിൻഡ്ഷീൽഡിന് താഴെയുള്ള കട്ടിയുള്ള ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിടിച്ച് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില ന്യൂ ജനറേഷൻ ആഡംബര കാറുകളിലൊക്കെ പെഡസ്ട്രിയൻസിനും എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഒരു കാർ ഒരു കാൽനട യാത്രക്കാരനെ ഇടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാറിൻ്റെ മുകളിലേക്ക് ഇടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് ബമ്പർ. എന്നാൽ ഈ ബമ്പറിൽ ബുൾബാർ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ഇടുന്നതിന് പകരം കാറിൻ്റെ അടിയിലേക്കായിരിക്കും ഇടുക. അതുകൊണ്ടാണ് ഈ ബുൾബാർ ഘടിപ്പിക്കുന്നത് ഇല്ലീഗലാണെന്ന് പറയുന്നത്. അതുമാത്രമല്ല പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം ബുൾബാറിൽ കുടുങ്ങിപ്പോകാനും ഇദ്ദേഹത്തിൻ്റെ ഏൽക്കുന്ന പരിക്ക് കൂടുവാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറിന് 2 തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചർ, 2 പാസീവ് സേഫ്റ്റി ഫീച്ചർ. ആദ്യം പാസീവ് സേഫ്റ്റി ഫീച്ചർ എന്താണെന്ന് നോക്കാം. ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടതിന് ശേഷം മാത്രം ആക്ടിവേറ്റഡ് ആകുന്ന സേഫ്റ്റി ഫീച്ചേഴ്സിനെയാണ് നമ്മൾ പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, എയർ ബാഗ് പോലെയുള്ളവ. എന്നാൽ ഒരു ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് വണ്ടി അപകടത്തിൽ പെടാതെ തടയുന്ന സേഫ്റ്റി ഫീച്ചറുകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു വണ്ടിക്കകത്ത് എത്രത്തോളം ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒരു വണ്ടിക്കകത്ത് ഒരു എയർ ബാഗ് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ സേഫ്റ്റി റേറ്റിംഗ് 0 ആയിരിക്കും. ഒരു വണ്ടിയുടെ സേഫ്റ്റി റേറ്റിംഗ് 0 ആയതുകൊണ്ട് അതിൻ്റെ ബോഡി വളരെ മോശമാണ് എന്നൊരു അർത്ഥം അതിനില്ല. ടാറ്റ സെസ്റ്റിൻ്റെ, ഫോക്സ് വാഗൻ പോളോയുടെയൊക്കെ ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ എയർ ബാഗ് ഇല്ലാത്ത വണ്ടിക്ക് അവർക്ക് കിട്ടിയത് 0 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം എയർ ബാഗ് വെച്ച് വന്നപ്പോൾ അവർക്ക് 3 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ കിട്ടുകയുണ്ടായി. ഒരു ക്രാഷിൽ ഏറ്റവും പ്രധാനമെന്ന് കരുതപ്പെടുന്നത് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും വണ്ടിയുടെ സേഫ്റ്റി സെല്ലിൻ്റെ റിജിഡിറ്റിയുമാണ്. ഈ സേഫ്റ്റി സെൽ ഇടിച്ചകത്തേക്ക് കയറുകയാണെങ്കിൽ എത്ര എയർ ബാഗ് ഉണ്ടെങ്കിലും ആൾ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി എവിടെ ഒരു ക്രാഷിൽപ്പെട്ട കാർ കണ്ടാലും ആദ്യം നോക്കേണ്ടത് അതിൻ്റെ സേഫ്റ്റി സെല്ലിന് കോട്ടം പറ്റിയോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ സേഫ്റ്റിയെ പറ്റി പറയുവാനുള്ളത്. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്. ലോകത്താദ്യമായി തങ്ങളുടെ വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് എന്നൊരു സേഫ്റ്റി ഫീച്ചർ കൊണ്ടുവന്ന കമ്പനി ഫോർഡാണ്. അത് നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള സീറ്റ് ബെൽറ്റ് ആയിരുന്നില്ല. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലുള്ള ലാബ് സീറ്റ് ബെൽറ്റുകളായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് കൊണ്ടുവരുന്നത് മറ്റൊരു യൂറോപ്യൻ കാർ കമ്പനിയാണ്. ഏതാണ് ആ കമ്പനി? ഉത്തരങ്ങൾ അറിയാവുന്നവർ തങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.